ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടിൽ വിശദീകരിച്ചു വലഞ്ഞ് ദേവസ്വം ബോർഡും സർക്കാരും. പുറത്തുവന്ന കണക്ക് തെറ്റെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ചിലവ് 3 കോടിയെന്നും സ്പോൺസർഷിപ്പ് വഴി വരുമാനം 4 കോടിയെന്നും വിചിത്ര വിശദീകരണം. സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ചിലവ് 5 കോടി. ചിലവ് വിശദീകരിക്കേണ്ടത് ബോർഡെന്ന് പറഞ്ഞ് കൈകഴുകി ദേവസ്വം മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സന്നിധാനത്ത് SITയുടെ ശാസ്ത്രീയ പരിശോധന തുടരുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. FIR റദ്ദാക്കണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിലെ CBI അന്വേഷണ ആവശ്യത്തിൽ ഹർജിക്കാരെ പരിഹസിച്ച ഹൈക്കോടതി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഭിന്നത മറനീക്കുന്നു. ജോസിനെതിരെ ഒളിയം പെയ്ത് റോഷി. ലീഡർഷിപ്പ് ഏബിളാണെന്ന് കണ്ടാലേ ജനം കൂടെ നിൽക്കൂ. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് ആവർത്തനം. ഞങ്ങളുടെ കേരളം മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലേ ജനങ്ങളെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ പിന്നെ അങ്ങ് മാറിനിൽക്കുക? കേരളം പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. സിറ്റിംഗ് MLA-മാരോ താനോ വീണ്ടും മത്സരിക്കുന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് ജോസ് കെ മാണി. അവയവദാനത്തിൽ മാതൃകയായി കുഞ്ഞ് ആലിൻ ഷെറീൻ. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞ് പുതുജീവൻ നൽകുക 4 പേർക്ക്. ആലിന് ജീവൻ നഷ്ടമായത് മാതാപിതാക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കവേ ഉണ്ടായ അപകടത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉടൻ കേരളത്തിലേക്ക്. വന്ദേമാതരത്തിലെ വിവാദ ഭാഗങ്ങൾ നിർബന്ധമാക്കിയതിനെതിരെ മുസ്ലിം സംഘടനകൾ. മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന വിമർശനം. ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് സമസ്ത മുഖപത്രം. വർഗീയ ചേരിതിരിവിന് നീക്കമെന്ന് MV ഗോവിന്ദൻ. പ്രതികരിക്കാതെ VD സതീശൻ. എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ നിയമം ലംഘിച്ച് വാഹനമോടിച്ച സ്കൂട്ടർ യാത്രികന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. പ്രഭാവതി തടഞ്ഞ സ്കൂട്ടർ യാത്രികനെതിരെ കേസും. ഇയാളെ ഡ്രൈവിംഗ് പരിശീലനത്തിന് അയക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. തിരക്കേറിയ ജംഗ്ഷനുകളിൽ മഫ്തിയിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കും. പോലീസുമായി ചേർന്ന് പരിശോധന നടത്താനും തീരുമാനം. സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ സുപ്രധാന നീക്കവുമായി രാജ്യം. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നു. ഫ്രാൻസുമായി ഉടൻ കരാർ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യയിലേക്ക്. ബംഗ്ലാദേശിനെ ഇനി താരിഖ് റഹ്മാൻ നയിക്കും. BNP പാർട്ടിക്ക് ഉജ്ജ്വല ജയം. അധികാരത്തിൽ തിരിച്ചെത്തുന്നത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് നാടുവിട്ട നേതാവ്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ എല്ലാ പ്രതികളും പിടിയിൽ. 7ാം പ്രതി ഷിൻഡോ P സണ്ണിയെ പിടിച്ചത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.